തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. മാരക മുറിവുകളോടെ രോഗിയെ മെഡിക്കൽ കോളേജ് പരിസരത്ത് കണ്ടെത്തി. രോഗി തനിയെ ഇറങ്ങിപ്പോയതാകാമെന്ന് ആശുപത്രി ജീവനക്കാർ. വിരലുകൾ അറ്റ രോഗി ആശുപത്രിയിൽ നിന്നും പുറത്തെത്തിയത് ഇഴഞ്ഞു നീങ്ങിയാണ്. വിശദാംശങ്ങളുമായി രശ്മി കാർത്തിക ചിരിയാണ്. രശ്മി, വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, ഇന്ന് വൈകുന്നേരത്ത് 4 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു രോഗി, അതായത് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. കാലിന്റെ വിരലുകൾ അടക്കം മുറിഞ്ഞുപോയി ചികിത്സയിലിരുന്ന രോഗിയാണ്. മാരകമായ മുറിവുകളോടുകൂടി ആശുപത്രിയിൽ നിന്നും ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഈ പരിസരവാസികൾ കണ്ടത്. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഏറെ ദൂരം ഇയാൾ ഇത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങി. പിന്നീട് ഒരു കാടിന് സമീപത്തായി ഇയാൾ കിടക്കുകയായിരുന്നു. ഇത് കണ്ട പരിസരവാസികളാണ് പോലീസിനെയും അതോടൊപ്പം തന്നെ ആംബുലൻസും ഒക്കെ തന്നെ വിളിച്ച് ഇയാളെ തിരിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്രത്തോളം സെക്യൂരിറ്റി ജീവനക്കാർ മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്നിരിക്കെ അവരുടെയൊക്കെ മുന്നിൽ കൂടിയാണ് ഒരു രോഗി ഇത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങി പുറത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ്, വീഴ്ചയാണ്. പിന്നീട് നമ്മൾ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നൊരു കാര്യം, 5-ാം വാർഡിൽ കഴിഞ്ഞ ദിവസം ചികിത്സ തേടിയെത്തിയ രോഗിയാണ്. അയാൾ 5-ാം വാർഡിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരാളാണ്. ചിലപ്പോൾ മറ്റാരും കാണാതെ ഇറങ്ങി പുറത്തേക്ക് പോയതാകാം എന്നുള്ളതാണ്. അല്പസമയം മുൻപ് ഈ രോഗിയെ തിരിച്ച് വാർഡിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്, ചികിത്സ ആരംഭിച്ചു എന്നുള്ളതാണ് ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മറുപടി. ഈ വിഷയത്തെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഇവർ പറഞ്ഞത്. ഏതാണ്ട് 2 മണി മുതൽ ഇയാൾ ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ട പല ആളുകളുമുണ്ട്. അത്തരത്തിൽ മണിക്കൂറുകളോളം ഇഴഞ്ഞു നീങ്ങി ഒരു ഭാഗത്തെത്തി അവശനായി കിടക്കുകയായിരുന്നു. കാലിന്റെ വിരലുകൾ 3-4 വിരലുകൾ അറ്റുപോയ നിലയിലായിരുന്നു. അതോടൊപ്പം തന്നെ ചികിത്സിച്ചതിന്റെ, ഡ്രിപ്പ് കുത്തിയതിന്റെ മറ്റും പലതരത്തിലുള്ള അത്തരത്തിലുള്ള അടയാളങ്ങളും ശരീരത്തിലുണ്ടായിരുന്നു. തീരെ അവശനായ രോഗിയാണ്. ഈ രോഗി ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഒക്കെ ഇടയിൽ ഈ വാർഡിൽ നിന്നും ഇഴഞ്ഞ് ഇറങ്ങി പുറത്തേക്ക് പോകുന്നത് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള നഴ്സുമാരോ ഡോക്ടർമാരോ ആരും കണ്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിൽ ആണോ രോഗികളെ ചികിത്സിക്കുന്നത് എന്നുള്ളതാണ് ഈ നാട്ടുകാരടക്കം ചോദിക്കുന്ന ഒരു ചോദ്യം. ഈ ചികിത്സ തേടി എത്തുന്നവരുടെ അവർക്ക് നല്ല ചികിത്സ നൽകാൻ അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ മെഡിക്കൽ കോളേജിന് കഴിയുന്നില്ലേ എന്നുള്ളതാണ്. ഏതായാലും തുടർച്ചയായി ഇത്തരത്തിൽ ചികിത്സാ പിഴവുകൾ മെഡിക്കൽ കോളേജുകളിൽ സംഭവിക്കുന്നുണ്ട്, പലതരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. അടുത്തിടെയും ശരീരമാകെ പൊള്ളലേറ്റ ഒരു രോഗി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ വന്നിരുന്ന് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടും സ്ട്രെച്ചറോ വീൽ ചെയറോ ഒന്നും കൊണ്ടുവന്ന് അയാളെ അകത്തേക്ക് കൊണ്ടുപോകാൻ പോലും തയ്യാറാകാത്ത മെഡിക്കൽ കോളേജാണ്. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വീഴ്ചകൾ, വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. രശ്മിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലേക്ക്. എഴഞ്ഞാണ് വരുന്നത്, നടന്നിട്ടല്ല, എഴഞ്ഞാണ് വരുന്നത്. എഴഞ്ഞു വന്ന് 3 മണിയായപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ എന്നെ ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഇങ്ങനെ എഴഞ്ഞു വരണം, വയ്യ, ക്യാനിലിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പം ക്യാനിലിട്ടിട്ടുണ്ട്. ക്യാനിൽ ഇന്നലെ ഇട്ട പേഷ്യൻ്റാണ്. 4/4 ക്യാനിലെടുത്തേക്കുന്നത്. ഇത്രയും പേഷ്യൻ്റ് ഈ കാല് 3 വെള്ളം ആംപുട്ടേഷൻ ചെയ്ത പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് നടക്കുന്നതല്ല. ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനകത്ത് ഇത്രയും സെക്യൂരിറ്റിയും ഹെൽത്തിൻ്റെ ആൾക്കാരും ഉള്ളിടത്തുനിന്ന് ഈ പേഷ്യൻ്റ് ഇത്രയും ചാടമണി അവരൊക്കെ എത്രത്തോളം ഒരു പേഷ്യൻറ്റിനോട് ശ്രദ്ധ ഉണ്ടെന്ന് ഇത് വെച്ചാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിൽ മോശമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രോഗി അവിടുന്ന് ഇത്രയും ദൂരം ഏതാണ്ട് 1 കിലോമീറ്ററോളം ഇവിടെ വന്നിട്ട് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവരുടെ അനാസ്ഥ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത് രോഗികളോട് കാണിക്കുന്ന ഒരു അനീതിയാണ്. കാരണം ഈ രോഗി ആശുപത്രിയെ വിശ്വസിച്ചാണ് ആ രോഗി അവിടെ കിടക്കുന്നത്. ആ രോഗിക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ ആരോഗ്യവകുപ്പിൻ്റെ ഒരു വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.